കൊല്ലം റൂറൽ പോലീസ് ജില്ലാ മാഫിയകളുടെ പിടിയിലെന്ന് എസ്.പി. കെ.ബി. ബാലചന്ദ്രൻ. മൈനാഗപ്പള്ളിയിലും പടപ്പക്കരയിലും പ്രത്യേകം പോലീസ് സ്റ്റേഷനുകൾ വേണ്ട അവസ്ഥയാണെന്നും കുടുംബസഹായ നിധി വിതരണ വേദിയിൽ എസ്.പി. പറഞ്ഞു. രാത്രി 12 മണി 2 മണി 2:30 നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം സ്ത്രീകൾ ചില കോളനി ഏരിയയിൽ നിന്ന് വിളിക്കും, സാർ ഇതാ കണ്ടോ ടേപ്പ് ചെയ്ത്, ഇവിടെ ഭർത്താവ് വേളമാണ്, മക്കളെ പഠിപ്പിക്കാൻ ഒതുക്കുന്നില്ല, കുടിച്ചുകൊണ്ട് വേണം. ഈ ജില്ലയിലെ 17 പോലീസ് സ്റ്റേഷൻ ലഭിക്കാണ്. സഫിഷ്യന്റ് മെന്നില്ല. പുത്തൂര്, കടയ്ക്കൽ, ചടയമംഗലം, പുനലൂർ എന്നീ സ്റ്റേഷനിലെ വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാം കണ്ടം ചെയ്ത് കളയേണ്ട കാലം കഴിച്ചിരിക്കുകയാണ്. പോലീസ് ഈ വാഹനം കൊണ്ടാണ് രാത്രിയും പകലും ലാൻഡ് ഓവർ ഡ്യൂട്ടി ചെയ്യുന്നത്. അതുപോലെ ഈ സ്റ്റേഷനിൽ ഇപ്പം ക്രൈം 600 ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ 2500 ക്രൈം കേസ് ഒരു വട്ടം ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഈ കുമ്പളത്തിൽ ഉടൻ തന്നെ എസ് ഐ 9 മണി കഴിഞ്ഞാൽ യൂണിഫോം ഇടാൻ ഒക്കത്തില്ല. കാരണം അടി നടക്കുന്ന സ്ഥലത്ത് പ്രതികളെ കൊണ്ടുവരിക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് വെള്ളി ഭാഗത്തേക്ക് വരും. അടുത്ത അടി, അത് കഴിഞ്ഞ് കാഞ്ഞി റോഡ് അടിക്കും, പിന്നെ കുമ്പളത്തടിക്കും. നോക്കിയപ്പോൾ അവിടെയും ഈ 3 മാസത്തിനുള്ളിൽ 600 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുക. അതേപോലെ സാത്താംകോട്ട വലിയ സെൻസിറ്റീവ് കമ്മ്യൂണൽ സെൻസിറ്റീവ് ഏരിയയാണ്. പുനലൂര്, കൊട്ടാരക്കര. അപ്പോൾ നമ്മുടെ മെന്നത്ത് എന്ന് പറഞ്ഞ വലിയ സഫിഷ്യന്റ് മെഡിക്കൽ സെക്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. 14,70,70,000 രൂപയാണ് പോലീസ് ഫൈൻ അടിച്ചിരിക്കുന്നത്. ജില്ലയിലെ മൈനാഗപ്പള്ളിയിലും കുണ്ടറ പടപ്പക്കരയിലും ഓരോ 3 കിലോമീറ്ററിലും പോലീസ് സ്റ്റേഷൻ വേണമെന്ന അവസ്ഥയാണ്. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. മാതാപിതാക്കളുടെ കൈകളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലാത്ത അവസ്ഥയാണെന്നും എസ്.പി. പറഞ്ഞു. കുട്ടികൾ രക്ഷിതാക്കളാലും അമ്മയാൽ മകളും പീഡിപ്പിക്കപ്പെടുന്ന കഥകൾ സാക്ഷര കേരളത്തിൽ തന്നെയാണോ സംഭവിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകും. മദ്യത്തിന്റെ അതിപ്രസരം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതായും കെ.ബി. ബാലചന്ദ്രൻ പറഞ്ഞു. ദൃശ്യവാർത്തകളിൽ ഇനിയൊരു